ഇന്നത്തെ റെസിപ്പി മീൻ പീരയാണ്. മീൻ പീര, നത്തോലി, കൊഴുവ എന്നൊക്കെ അറിയപ്പെടുന്ന മീൻ കൊണ്ടാണ് ചെയ്യുന്നത്. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരും. ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ആഡ് ചെയ്യാം. നേരത്തെ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് ഒരു പച്ചമണം പോയി ഒരു കളർ ചേഞ്ച് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ കളറിലോട്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. കറി പൗഡർ ഉപയോഗിക്കുമ്പോൾ തീ കുറച്ച് വെച്ച് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഒരു സ്പൂൺ ഉപ്പ്, നന്നായി വെന്തു. ഇനി തേങ്ങാപ്പീര ആഡ് ചെയ്യാം. 4 തേങ്ങ ചിരണ്ടിയതോ 1/4 കിലോ തേങ്ങാപ്പീരയാണ് വേണ്ടത്. അതിലും കൂടിയാലും കുഴപ്പമില്ല. തേങ്ങയാണ് മീൻ പീരയുടെ ടേസ്റ്റ് തരുന്നത്. തേങ്ങാപ്പീരയിലോട്ട് മസാല പിടിപ്പിക്കാം. അതിന് നമ്മൾ തേങ്ങാപ്പീരയും മസാലയും തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടംപുളി, 2 കുടംപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കുടംപുളി ഇതുമായിട്ട് മിക്സ് ചെയ്യാം. 1/2 കിലോ കൊഴുവ കഴുകിയെടുത്ത് വെച്ചിരുന്നു. കൊഴുവ വലിയ കൊഴുവയേക്കാളും ടേസ്റ്റ് ചെറിയ കൊഴുവയ്ക്കായിരിക്കും. ചെറിയ കൊഴുവയാണ് മീൻ പീരയ്ക്ക് നല്ലത്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ മൂടി വെക്കാം. ഇനി കുറച്ച് ഗ്രേവി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് വീണ്ടും ആഡ് ചെയ്യാം. മീൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം അത് തിളച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട കാര്യമില്ല. കാരണം മീൻ പെട്ടെന്ന് വേവും. മീൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. മീൻ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവസാനമായി വെളിച്ചെണ്ണ വെന്ത് റെഡിയായ മീൻ പീരയുടെ മുകളിൽ കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.